ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേസെടുത്തു പോലീസ്. ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ച കാറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭൂട്ടാനിൽ നിന്നുള്ള കടത്തുവാഹനം നൽകി പണം തട്ടിയെന്നാണ് കൊച്ചി സ്വദേശി മുഹമ്മദ് എയുടെ പരാതി. ഡൽഹി സ്വദേശിയായ രോഹിത് ബേദിയെ പ്രതിയാക്കിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. ഭൂട്ടാൻ വാഹനക്കടത്ത് സൂചിപ്പിക്കുന്ന പരാതിയിൽ നിർണായക നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ആദ്യ കേസ് എടുത്തിരിക്കുകയാണ്. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ വാഹനം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഡൽഹി സ്വദേശിയായിട്ടുള്ള രോഹിത് ബേദിയാണ് രംഗത്ത് വരുന്നത്. തുടർന്ന് കൊച്ചി സ്വദേശിയുമായി സംസാരിച്ച് അതിനുശേഷം ഒരു കരാർ വയ്ക്കുന്നു. 14 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന ഉറപ്പിക്കുന്നു. ഈ 14 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയും സുഹൃത്ത് വഴിയും അതോടൊപ്പം തന്നെ നേരിട്ടുമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഈ കാർ വാങ്ങുന്നു. അതിനുശേഷമാണ് ഇത് ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധ മാർഗത്തിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന വാഹനമാണ് എന്ന് വ്യക്തമാകുന്നത്. അത് ഇന്ത്യയിലെത്തി റീ രജിസ്റ്റർ ചെയ്യുകയാണെന്നും FIR-ൽ ഉണ്ട്. തുടർന്നാണ് കൊച്ചി സ്വദേശി ഇത്തരത്തിൽ പരാതി നൽകിയത്. ഈ വാഹനം ഉൾപ്പെടെ നേരത്തെ ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി കസ്റ്റംസ് ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നതാണ്. തട്ടിപ്പ് കൊച്ചി സ്വദേശി അറിയുന്ന ഘട്ടത്തിൽ ഈ പരാതി നൽകുകയായിരുന്നു. അങ്ങനെ രോഹിത് ബേദിയെ പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ വിപുലമായിട്ടുള്ള റെയ്ഡ് കസ്റ്റംസും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. 49ഓളം വാഹനങ്ങൾ ഇതുവരെ കസ്റ്റംസ് സീസ് ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഫെമ ആംഗിളിൽ ഈ പണം പോയ വഴിയടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കസ്റ്റംസ് നേരത്തെ വ്യക്തമാക്കിയത് ഈ വാഹനം വാങ്ങിയിട്ടുള്ള പലരും ഈ ക്രൈമിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. അവർക്ക് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് മുന്നറിവുണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഈ ക്രൈമിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അവർ വഞ്ചിതരാവുകയായിരുന്നു എന്നതുമാണ്. നേരത്തെ ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ വീടുകളിൽ കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തി വാഹനം കസ്റ്റംസ് പിടിച്ചെടുക്കുകയും ഒക്കെ ഉണ്ടായി. പിന്നീട് അത് വിട്ടു നൽകുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് കൂടി ഇതിൽ വന്നിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾക്കൊപ്പം. അപ്പോൾ ഇതിൽ കൂടുതൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.